ഹർഷൻ വിളിച്ചിട്ട് വന്നതായിരുന്നു ക്രിസ്റ്റി. ഏറെ നേരം കഴിഞ്ഞതും ഹർഷനും അങ്ങോട്ടേക്ക് വന്നു. കുറേ നേരമായോ ക്രിസ്റ്റി വന്നിട്ട്? കുറച്ചധികമായെന്ന് വേണം പറയാൻ. പിന്നെ ആവശ്യം എൻ്റേത് കൂടെ ആയിപ്പോയല്ലോ, അതാ. ബദ്രി, അവൻ കാരണം വീട്ടുകാരുടെ മുന്നിൽ പോലും ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കുക. എൻ്റെ അച്ഛനും അമ്മയ്ക്കും മുൻപിൽ ഏട്ടനെ പോലെ ബദ്രിക്ക് നേരെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നവനാണെന്ന് എനിക്ക് തെളിയിക്കണം. അതിന് നിനക്ക് കഴിയില്ല ഹർഷ. ഹരീന്ദ്രൻ അയാളെ പോലെ ആവാൻ നിനക്ക് ഈ ജന്മം കഴിയില്ല. അതിന് കാരണം നമ്മളിപ്പോൾ നടത്തിയ കൂടിക്കാഴ്ച പോലും ബോസ് ഇപ്പോൾ എവിടെയാണോ അവിടെ ഇരുന്ന് അറിയുന്നുണ്ടാവും. അതാണ് ബോസ്. ആർക്കും ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്രയും ഉയരത്തിലുള്ളയാൾ. ബദ്രി എന്ന തൻ്റെ ശത്രുവിനെ എങ്ങനെ വീഴ്ത്തണമെന്ന് ബോസിനറിയാം. ഒറ്റയടിക്ക് കൊല്ലില്ല. തൻ്റെ ലക്ഷ്യം നിറവേറ്റിയ ശേഷം ഇഞ്ചിഞ്ചായി മാത്രമേ കൊല്ലുകയുള്ളൂ. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഏട്ടനെ പറ്റി പുകഴ്ത്തി സംസാരിക്കാനല്ല, മറിച്ച് ആ ബദ്രിയെ ഒരിടത്തെങ്കിലും ഞാൻ കാരണം തോറ്റു നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും കാണിച്ചു കൊടുക്കാനാ. അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ രുദ്ര, അവളെ എനിക്ക് വേണം. എങ്കിൽ ഞാൻ ഉണ്ടാവും. എന്തിനും? നിനക്കെന്തിനാ അവളെ? കൊല്ലാനോ അതോ വളർത്താനോ? വളർത്തിയിട്ട് കൊല്ലാൻ. തൽക്കാലം നീ ഇത്രയും അറിഞ്ഞാൽ മതി. സമ്മതമാണെങ്കിൽ ഞാൻ കാണും കൂടെ. ഇല്ലെങ്കിൽ നീ ഇപ്പോൾ എന്നെ കാണാൻ വന്നത് എനിക്ക് നിന്റെ ഏട്ടനോട് പറയേണ്ടി വരും. സമ്മതം. അവളെ നീ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. ബദ്രി, അവൻ എൻ്റെ മുൻപിൽ ഒരിക്കലെങ്കിലും മുട്ടുകുത്തണം. അതെൻ്റെ വീട്ടുകാർ കാണണം. അത്രയുള്ളൂ എനിക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തു വേണമെന്ന്. മുന്നിലുള്ളത് ബദ്രിയാവുമ്പോൾ സൂക്ഷിച്ചു വേണം എല്ലാം ചെയ്യാൻ. പിന്നെ അതിൽ നമുക്ക് പിഴവ് വല്ലതും പറ്റിയ ബദ്രിക്ക് മുൻപേ നമ്മളെ രണ്ടാളെയും നിന്റെ ഏട്ടൻ ഹരീന്ദ്രൻ തന്നെ കൊല്ലും. അതുകൊണ്ട് എന്ത് ചെയ്താലും 100 വട്ടം ആലോചിച്ചേ ചെയ്യാവൂ. എങ്ങനെ വേണമെന്ന് നീ ആലോചിച്ചിട്ട് തന്നെ അറിയിച്ചാൽ മതി. എന്തുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ മതി. നേരിലുള്ള കൂടിക്കാഴ്ച ഇനി വേണ്ട. ഓക്കെ? കയ്യിലിരുന്ന കാർഡ് അവന് നേരെ നീട്ടിക്കൊണ്ട് ഹർഷൻ പറയുമ്പോൾ അത് വാങ്ങി ക്രിസ്റ്റി ഒന്ന് മൂളി. രാവിലെ രുദ്ര എഴുന്നേറ്റപ്പോൾ തന്നെ അവൾക്ക് സങ്കടം തോന്നി. തൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ പിറന്നാൾ. അത് ഓർക്കും തോറും അറിയാതെ കണ്ണു നിറഞ്ഞു. ഏട്ടത്തി ഇവിടെ ഇരിക്കുവാണോ? താഴെ അമ്മ തിരക്കുവായിട്ടെത്തിയേ. രുദ്ര അവളുടെ നിറഞ്ഞ കണ്ണുകൾ വഹിച്ചു കാണാതെ തുടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. ഏട്ടത്തിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏട്ടത്തി കരഞ്ഞോ? ഞാൻ കരയുകയോ? എന്തിന്? കണ്ണിലൊരു പൊടി വീണതാ. അല്ല, നിനക്കിന്ന് സ്കൂളിൽ പോവണ്ടേ? രുദ്ര വിഷയം മാറ്റാനെന്നോണം വൈഷുവിനോട് ചോദിച്ചു. ഇല്ല, രാവിലെ എണീറ്റപ്പോൾ വല്ലാത്ത തലവേദന. സ്കൂൾ ബസ് വരുന്ന ടൈം കഴിഞ്ഞപ്പോൾ തലവേദന മാറിയേട്ടത്തി. ഇങ്ങനെ ഒരു മടിച്ചി പെണ്ണ്. അതിനവളൊന്ന് ചിരിച്ചു. രുദ്രയും വൈഷുവും താഴേക്ക് വരുമ്പോൾ കണ്ടത് വിജയലക്ഷ്മിക്കൊപ്പം അകത്തേക്ക് വരുന്ന ഋഷിയെയും അപ്പുവിനെയും അമ്മുവിനെയും മഞ്ജുവിനെയും ആയിരുന്നു. രുദ്ര അവരെ കണ്ടതും അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. എന്തായാലും നിങ്ങളിരുന്ന് സംസാരിക്ക്, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കട്ടെ. അത്രയും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ നിന്ന വിജയലക്ഷ്മിയെ പിന്നിൽ നിന്നും ഋഷി വിളിച്ചു. ആൻറ്റി, കുടിക്കാനൊന്നും എടുക്കണ്ട. അതിനുള്ള ടൈമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വന്നത് രുദ്രയെ കൊണ്ടുപോകാനാ. മോളെ കൊണ്ടുപോകാനോ? അതിന് മോൻ സമ്മതിച്ചല്ലേ ഇനി വരുന്ന 6 മാസം മോളെ ഇവിടെ നിർത്താന്ന്. പിന്നെന്തു പറ്റി കൂട്ടിക്കൊണ്ടു പോകാൻ? അയ്യോ, ആൻറ്റി കരുതും പോലെ ഞങ്ങൾ രുദ്രയെ കൊണ്ടുപോകാൻ വന്നതല്ല. പിന്നെ അപ്പം ആൻറ്റിയോട് ഇന്നത്തെ ദിവസത്തെ പറ്റിയൊന്നും ഇവൾ പറഞ്ഞില്ലേ? ഇല്ല, അതിന് ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇന്ന് രുദ്രയുടെ പിറന്നാളാ. അത് കേട്ടതും വിജയലക്ഷ്മിയും വൈഷുവും അവളെ തന്നെ നോക്കി. എന്നാലും ഏട്ടത്തി എന്നോട് പറഞ്ഞില്ലല്ലോ. നോക്കിക്കോ, മിണ്ടില്ല ഞാൻ. എൻ്റെ വൈഷുമോളെ, അതിന് മാത്രം പറയാൻ ഈ ദിവസത്തിന് വലിയ പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ആകെ അമ്പലത്തിൽ പോകും, പിന്നെ ഋഷി അപ്പു നിർബന്ധിക്കുമ്പോൾ ഇവർക്കൊപ്പം എവിടെയെങ്കിലുമൊക്കെ അന്നത്തെ ദിവസം പോകും, അത്ര തന്നെ. അതും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നിന്നു കൊടുക്കുന്നതാ. എന്നാലും മോൾക്ക് അമ്മയോടെങ്കിലും പറയാമായിരുന്നില്ലേ? ഞാൻ സദ്യ തന്നെ ഒരുക്കുമായിരുന്നു. അതൊന്നും വേണ്ടമ്മേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും സാരമില്ല, ഉച്ചയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ ഇവിടെ തന്നെ ഒരുക്കിക്കോളാം, പോരെ? അയ്യോ വേണ്ട ആൻറ്റി, ഇന്നത്തെ ദിവസം ഇവൾ നമുക്കൊപ്പം വേണം. അവളുടെ എല്ലാ പിറന്നാളിനും അങ്ങനെ തന്നെയാ. ഞങ്ങളിപ്പോൾ ഇവളെ കൊണ്ടുപോയി ഈവനിങ് ഇങ്ങ് കൊണ്ടാക്കിയേക്കാം. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി അവളെ ഊട്ടിക്കോ. ഞങ്ങളാരും ശല്യം ചെയ്യാൻ വരില്ല. ഇപ്പോൾ ആൻറ്റി എതിര് പറയാതെ രുദ്രയെ ഞങ്ങൾക്കൊപ്പം വിടണം പ്ലീസ്. ഞാനായിട്ടിനി നിങ്ങളുടെ സന്തോഷമില്ലാതാക്കുന്നില്ല. മോളെയും കൊണ്ട് പോയിട്ട് വാ. പക്ഷേ ഈവനിങ് 5 മണിക്ക് തന്നെ ആളിവിടെ കൊണ്ടാക്കണം. മോളെയും കൊണ്ട് അമ്പലത്തിൽ പോകാനാ എനിക്ക്. അത് ഞങ്ങൾ ഏറ്റു, പോരെ? എങ്കിൽ മോളെയും കൊണ്ട് പോയിട്ട് വാ. എങ്കിൽ ഞാനും പോയിക്കോട്ടെ അമ്മേ, ഏട്ടത്തിക്കൊപ്പം പ്ലീസ്. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പോയിക്കോ. വിജയലക്ഷ്മി വൈഷുവിനെ നോക്കി അത് പറയുമ്പോൾ അവൾ ഋഷിയെയും എല്ലാവരെയും മാറി മാറി നോക്കി.
അവൾ വന്നോട്ടെ ആൻറ്റി, ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ. അവൾ കൂടെ ഉണ്ടെങ്കിൽ ടൈം പോകുന്നതറിയില്ല. അധികം ഇവളെ തലയിലെടുത്ത് വെക്കല്ലേ മക്കളെ, എങ്കിൽ നിങ്ങൾക്ക് തന്നെയാ ദോഷം. അത്രയും അവരെ നോക്കി വിജയലക്ഷ്മി പറഞ്ഞ ശേഷം വൈശുവിനെ നോക്കി പറഞ്ഞു, കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, ഈ മക്കളെങ്ങാനും ബുദ്ധിമുട്ടിച്ചു എന്നറിഞ്ഞ നല്ല തല്ല് കിട്ടും കേട്ടോ. വൈശുവിൻ്റെ പിന്നാലെ പോകാൻ നിന്ന രുദ്രയെ അപ്പു പിന്നിൽ നിന്ന് വിളിച്ച ശേഷം അവൾക്ക് നേരെ ഒരു കവർ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതിൽ നിനക്കുള്ള ഡ്രസ്സാണ്, ഇതിട്ട് നന്നായി ഒരുങ്ങി വേണം വരാൻ. അല്ലാതെ എപ്പോഴത്തെ പോലെ ഒരുമാതിരി കോലം കെട്ട് വരാൻ നിന്നാലുണ്ടല്ലോ, അപ്പുവിൻ്റെ വേറൊരു മുഖമായിരിക്കും നീ കാണാൻ പോകുന്നത്. അപ്പു അത് രുദ്രയെ നോക്കി പറയുമ്പോൾ അതിനുള്ള മറുപടി വൈശുവാണ് നൽകിയത്. അതോർത്ത് ചേച്ചി പേടിക്കേണ്ട, ചേച്ചിയെ സുന്ദരിയാക്കി നിങ്ങൾ കാണാത്ത മറ്റൊരു എൻ്റെ ഏട്ടത്തിയെ കൊണ്ട് നിർത്തും. അത്രയും പറഞ്ഞ് രുദ്രയെ വലിച്ചു മുകളിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നും വിജയലക്ഷ്മി വിളിച്ചു പറഞ്ഞു, മോളെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, തിരിച്ചതിനെ ജീവനോടെ തന്നെ കൊണ്ടുവരണേ നീ. ആൻറ്റിക്ക് ആളെ പറ്റി വലിയ ധാരണയാണെന്ന് തോന്നുന്നല്ലോ, അമ്മു വിജയലക്ഷ്മിയെ നോക്കി പറഞ്ഞു. അത് മോൾക്ക് അവളെ അറിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഇന്ന് നിങ്ങൾക്കൊപ്പല്ലേ വരുന്നത്, അപ്പം തന്നെ ഏകദേശം അവളെപ്പറ്റി മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന്. മുന്നിൽ നിന്നും റെഡ് ഗൗണിൽ ഇറങ്ങി വരുന്ന വൈഷുവിനെ എല്ലാവരും ഒന്ന് നോക്കി. ശരിക്കും ഇന്ന് നിന്റെ ഏട്ടത്തിയുടെയാണോ നിന്റെയാണോ പിറന്നാള്? മഞ്ജു അവളെ നോക്കി പറഞ്ഞു. എൻ്റെ അല്ലെന്ന് പറയാൻ ചേച്ചിക്ക് എൻ്റെ പിറന്നാൾ ദിവസം അറിയില്ലല്ലോ അല്ലേ? ഡീ മോളെവിടെ? നീ ഒരുങ്ങിറങ്ങുന്ന തിരക്കിൽ മോളെ മറന്നു. ഏട്ടത്തി മറക്കുകയോ? ഞാനോ? അത്രയും പറഞ്ഞ് മുകളിലേക്ക് നോക്കി വൈഷു വിളിച്ചു, ഏട്ടത്തി ഇനി താഴേക്ക് പോരെ. അപ്പോഴേക്കും എല്ലാവരുടെ കണ്ണുകളും മുകളിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും അതിശയിപ്പിച്ചു. ഫുൾ ബ്ലാക്ക് ഗോൾഡൻ സാരി, അതായിരുന്നു രുദ്രയുടെ വേഷം. സാരി ഒരു സൈഡിലായി വിടർത്തിയിട്ടിട്ടുണ്ട്, അതവൾക്ക് നന്നായി ചേരുന്നുണ്ട്. മുടി ഫുള്ളടിച്ച് ഒരു സൈഡിലായി ഇട്ടിട്ടുണ്ട്. നെറ്റിയിൽ കുഞ്ഞു കല്ല് വെച്ച ഗോൾഡൻ പൊട്ട്, പിന്നെ ബദ്രിയുടെ പേരിലെ സിന്ദൂരവും കഴുത്തിലെ ബദ്രി കെട്ടിക്കൊടുത്ത താലിയും, പിന്നെ ഗോൾഡനും ബ്ലാക്കും മിക്സായി വരുന്ന കുഞ്ഞു ചെയിനും, കൈ നിറയെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് മിക്സ് ചെയ്ത സിമ്പിൾ വളകൾ. ഇന്ന് വരെ തങ്ങളുടെ രുദ്രയെ കണ്ടിട്ടുള്ളതിൽ വെച്ച് സുന്ദരിയായി തോന്നി അവർക്ക്. അവരെ പോലെ തന്നെ രുദ്രയെ കണ്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകളും വിടർന്നു. ഈ നിമിഷം ബദ്രി ഒന്ന് വന്ന് അവളെ കണ്ടിരുന്നു എങ്കിലെന്ന് തോന്നി അവർക്ക്. രുദ്രയെ കണ്ടതും തന്നെ വിജയലക്ഷ്മി അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി. പിന്നെ അവരുടെ കണ്ണിൽ നിന്നും അല്പം കരി തൊട്ടെടുത്ത് അവളുടെ ചെവിക്ക് പിന്നിലായി തൊട്ടുകൊണ്ട് പറഞ്ഞു, ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ എൻ്റെ മോൾക്ക്, കാരണം അത്രയും സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോളിന്ന്. അപ്പം ഞാനും സുന്ദരിയല്ലേ അമ്മേ? വൈഷു അവർക്ക് നേരെ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നീയും സുന്ദരി തന്നെ പോരെ? അത് മതി. പിന്നെ ഏട്ടത്തിയെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വന്നത് എൻ്റെ ഒരാളുടെ കഴിവ് കൊണ്ടാണ്, അത് മറക്കണ്ട. അല്ലെങ്കിൽ നിനക്ക് വേറൊന്നിലും കഴിവില്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിനക്ക് ഇവിടെയുള്ള ആരെക്കാളും കഴിവുണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ എന്നെ ആക്കിയതല്ലല്ലോ അല്ലേ? എൻ്റെ മോൾ അമ്മ തന്നെ കുറ്റം പറയുമോ? ഇല്ല. എന്നാലും എവിടെയോ ഒരു തകരാറില്ലേ? അതെൻ്റെ മോളുടെ തലയ്ക്ക് തകരാറുള്ളത് കൊണ്ടാണ് അങ്ങനെ പലതും തോന്നുന്നത്. അമ്മേ, വൈഷു ചിണുങ്ങിക്കൊണ്ട് വീണ്ടും വിളിച്ചു. ഇനി നിന്നാലേ മക്കളുടെ സമയം തന്നെ പോകും, അതുകൊണ്ട് മോളെയും കൊണ്ട് പോയിട്ട് വാ. പിന്നെ രുദ്ര വേഗം പോയി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷം വിജയലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് അവർക്കൊപ്പം പോയിരുന്നു. അവർ പോയതും തന്നെ വിജയലക്ഷ്മി ഫോണെടുത്ത് വിജിത്തിനെ വിളിച്ചു. ഈ സമയം വിജിത്ത് ഓഫീസിലായിരുന്നു. ബദ്രിയുടെ നിർബന്ധപ്രകാരം വിജിത്തും ഇപ്പോൾ ഓഫീസിൽ പോയി തുടങ്ങിയിരുന്നു. ഡിസ്പ്ലേയിൽ അമ്മ എന്ന് തെളിഞ്ഞതും അവനൊരു ചിരിയോടെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ അമ്മേ, എന്താ എന്നെ കാണാതെ ഒരു നേരം പോലും ഇരിക്കാൻ പറ്റാതെയായോ അമ്മയ്ക്ക്? ഈ ചെക്കൻ്റെ ഒരു കാര്യം, ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യമേ? ഇന്ന് രുദ്രമോളുടെ പിറന്നാളാടാ. ആണോ? എന്നിട്ട് ഇപ്പോഴാണ് അമ്മ പറയുന്നേ. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെറിയൊരു പാർട്ടി തന്നെ റെഡിയാക്കില്ലായിരുന്നോ? ഞാൻ തന്നെ കുറച്ചു മുൻപ് അറിയുന്നേ. മോളെ കൂട്ടാൻ ഋഷിമോനും അപ്പുമോളൊക്കെ വന്നു. മോളെ ഇന്നത്തെ ദിവസം അവർക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കാൻ വിടുന്നതിന് വേണ്ടി ചോദിക്കാൻ. ശരിക്കും അപ്പോഴാണ് ഞാനും മോളുടെ പിറന്നാളെന്ന് അറിയുന്നത് തന്നെ. മോൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് ഋഷിമോൻ പറഞ്ഞേ. അവരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്നേ ഉള്ളൂ, അത്ര തന്നെ. അതുകൊണ്ട് വൈകുന്നേരം മോളെയും കൂട്ടി അമ്പലത്തിൽ പോകണമെന്നാ എനിക്ക്. പിന്നെ പ്രണവ് മോനെയും പ്രിയമോളെയും ഒക്കെ വിളിച്ച് ചെറുതായി ഒരു ആഘോഷം നമ്മൾ ഫാമിലിയിലുള്ളവർ മാത്രമായിട്ട് നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മതി. അമ്മയ്ക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആക്കിയിട്ട് ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയില്ലെന്ന് അറിയാലോ നിനക്ക്. അതുകൊണ്ട് രുദ്രമോൾക്ക് വൈകുന്നേരം അമ്പലത്തിൽ ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വരണം നീ. ഞാനെടുത്താൽ ശരിയാവില്ല, എനിക്കിതിനെപ്പറ്റി പിടിയൊന്നുമില്ല.
ഒരു കാര്യം ചെയ്യ്, അവിടെ വൈഷു ഇല്ലേ, അവളെ അമ്മ ഓഫീസിലേക്ക് വിട്. ഞാൻ അവളെയും കൂട്ടി പോയെടുക്കാം. അവൾക്കുള്ളതാവുമ്പോൾ അറിയാലോ, ഏട്ടത്തിക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ. അതിന് അവളിവിടെ ഇല്ലല്ലോ. രുദ്രയ്ക്കൊപ്പം അവളും അവർക്കൊപ്പം പോയിരിക്കുക. ഇനി എന്താ ചെയ്യുക? അതോർത്ത് നീ വിഷമിക്കേണ്ട. ഞാൻ പ്രിയങ്ക മോളെ വിളിക്കാം. നീ അവളെയും കൂട്ടി പോയിട്ട് വാ. അവൾക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലോ? അത് ശരിയാവില്ല. അതൊക്കെ ശരിയാവും. മോൾക്കിന്ന് ഓഫാ. ഇന്നലെ പ്രണവ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ മോളെ വിളിച്ച് പറഞ്ഞോളാം, അവൾ അങ്ങ് ഓഫീസിൽ വന്നോളും. നീ മോളെയും കൂട്ടി പോയി വാങ്ങിയാൽ മതി. എന്തൊക്കെ വേണമെന്ന് ഞാൻ മോളോട് പറഞ്ഞോളാം കേട്ടോ. അത്രയും പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ വിജിത്ത് പ്രിയങ്കയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള ചിന്തയായിരുന്നു. രുദ്രയും കൊണ്ട് ആദ്യം വന്നത് അമ്പലത്തിലേക്കായിരുന്നു. അവൾ അമ്പലത്തിനകത്തേക്ക് കയറി നിന്ന് ദേവിയെ വണങ്ങി പ്രാർത്ഥിക്കുമ്പോഴും ഒരേ ഒരു ആഗ്രഹമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഈ ജീവിതം മുഴുവൻ ഭദ്രയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെന്ന് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചത്. അമ്പലത്തിൽ നിന്നും രുദ്രയെയും വൈഷവിനെയും കൊണ്ട് അവർ നേരെ വന്നത് ബീച്ചിനടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. രുദ്ര അവൾക്കൊപ്പം അകത്തേക്ക് വരുമ്പോൾ കണ്ടു ഹാപ്പി ബർത്ത്ഡേ രുദ്ര എന്ന് വലിപ്പത്തിൽ എഴുതിയിരിക്കുന്നത്. രുദ്രയുടെ കണ്ണുകൾ അതിൽ തന്നെ ഉടക്കി നിന്നു. അപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ രുദ്ര എന്ന് പറഞ്ഞ് ഒരു കൈ അവൾക്ക് നേരെ നീണ്ടത്. അവൾ ആ കരങ്ങളിലേക്ക് നോക്കിയ ശേഷം അത് നീട്ടിയാളെ തല ഉയർത്തി നോക്കി. തനിക്ക് മുൻപിൽ ചിരിച്ചുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന വിശാലിനെ കണ്ടതും അവൾ അവനെ അമ്പരന്ന് നോക്കിയ ശേഷം ഋഷിയെ നോക്കി. നീ ഇങ്ങനെ അമ്പരന്ന് നോക്കേണ്ട കാര്യമില്ല. വിശാലിൻ്റെ വകയായി ഇവിടുത്തെ ഇന്നത്തെ ഞങ്ങൾ എല്ലാവർക്കുമുള്ള നിന്റെ ബർത്ത്ഡേ ട്രീറ്റ് തന്നെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, വെറുതെ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി. രുദ്ര, ഇപ്പോഴും എന്നെ ഒരു അന്യനായി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ. താൻ ആദ്യം ഋഷിയൊക്കെ പോലെ തന്നെ എന്നെയും നിങ്ങളിൽ ഒരാളായി കാണടോ. പിന്നെ ഈ സാറ് വിളി അത് വേണ്ട. ഒന്നെങ്കിൽ ഋഷി വിളിക്കും പോലെ വിശാലെന്നോ, ഇല്ലെങ്കിൽ അപ്പു, അമ്മു, വഞ്ചു ഒക്കെ വിളിക്കും പോലെ ചേട്ടാന്ന് വിളിച്ചാലും മതി. ഞാൻ ആദ്യമേ സാറെന്ന് വിളിച്ചു പോയി, ഇനി അത് മാറ്റാൻ കഴിയില്ല. തനിക്കിഷ്ടമുള്ള പോലെ തന്നെ വിളിച്ചോ. എപ്പോഴെങ്കിലും സ്വയം മാറ്റാൻ തോന്നിയ സാറെന്ന വിളി മാറ്റിയാൽ മതി, പോരെ? അതെ, ഇങ്ങനെ സംസാരിച്ചു നിന്ന് ഇന്നത്തെ ദിവസം തന്നെ വെള്ളത്തിലാവും. ആദ്യം എന്തേലും കഴിച്ചിട്ട് പോരെ ബാക്കി പ്രോഗ്രാം. അപ്പോൾ വിശാലിനെയും രുദ്രയെയും നോക്കി പറഞ്ഞതും പിന്നെ അവരുടെ മുന്നിൽ എല്ലാവർക്കും ഇരിക്കാൻ ഒരുക്കിയ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. അപ്പുവിൻ്റെ അടുത്തായുള്ള ചെയറിലേക്ക് രുദ്ര ഇരുന്നതും തൊട്ടപ്പുറത്തുള്ള രുദ്രയുടെ അടുത്തുള്ള ചെയറിൽ ഇരിക്കാൻ വിശാലിനോട് ഋഷി പറഞ്ഞു. എന്നാൽ അത് മനസ്സിലാക്കിയ വൈഷു രുദ്രയുടെ അടുത്തുള്ള ചെയറിൽ വിശാൽ ഇരിക്കും മുമ്പ് തന്നെ ഇരുന്നിരുന്നു. അതിനുശേഷം വിശാലിനെ നോക്കി അവളൊന്ന് ചിരിച്ചു. അതൊട്ടും വിശാലിന് ഇഷ്ടമായില്ലെങ്കിലും ഒന്നും മിണ്ടാതെ വൈഷുവിൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ഓർഡർ ആക്കിയെങ്കിലും രുദ്ര മാത്രം ഒന്നും പറഞ്ഞില്ല. രുദ്രയ്ക്ക് വേണ്ടി അപ്പുവാണ് ഓർഡർ കൊടുത്തത്. ഓരോന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുമ്പോഴും രുദ്രയ്ക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം വിശാലിൻ്റെ സാമീപ്യം തന്നെയായിരുന്നു. തന്നെ കാണുമ്പോൾ അയാളുടെ കണ്ണിലെ പ്രകാശം അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രുദ്രയ്ക്ക് അവിടെ കംഫർട്ടബിളായി തോന്നിയില്ല. എത്രയും വേഗം തിരികെ വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. എന്നാൽ ഈ സമയം അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ഭദ്രയും പ്രണവും ഉണ്ടായിരുന്നു. പുതിയൊരു പ്രൊജക്റ്റ് വർക്കിനെ പറ്റി ക്ലയൻറ്റിനോട് സംസാരിക്കാൻ വന്നതായിരുന്നു അവിടെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും തന്നെ നേരത്തെ ഓർഡർ ചെയ്തൊരു കേക്ക് രുദ്രയ്ക്ക് മുന്നിലേക്ക് വെച്ചതും തന്നെ അവൾ എല്ലാവരെയും വീണ്ടും അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും അമ്മുവും അപ്പവും ഋഷിയും അവരുടെ കയ്യിലിരുന്ന പാർട്ടി പോപ്പർ രുദ്രയുടെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്തു. അതിൽ നിന്നും നിറയെ വർണ്ണങ്ങളുള്ള മിനുക്കുകൾ രുദ്രയുടെ മേലേക്ക് വീണു. അവൾ അതിലേക്ക് അതിശയിച്ചു നോക്കി. വൈഷുവും അമ്മുവും കൂടെ വീണ്ടും അവൾക്ക് നേരെ പാർട്ടി പോപ്പർ ഷൂട്ട് ചെയ്തതും അവൾ അതിലേക്ക് നോക്കി വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം വിശാൽ തൻ്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഭദ്രയും പ്രണവും റെസ്റ്റോറൻറ്റിനകത്തേക്ക് വരുമ്പോൾ കാണുന്നത് ദേഹത്തെല്ലാം വീണ് കിടക്കുന്ന മിനുക്കുട്ടികൾ തട്ടിക്കളഞ്ഞ എല്ലാവർക്കുമൊപ്പം ചിരിച്ചു നിൽക്കുന്ന രുദ്രയെ ആയിരുന്നു. രുദ്രയെ കണ്ടതും ഭദ്ര കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. ശരിക്കും അപ്പോൾ അവളൊരു ദേവതയെ പോലെ തോന്നി അവന്. വൺ സൈഡിലായി വിടർത്തിട്ടിരിക്കുന്ന മുടിയിഴകളിൽ പറ്റിയ മിനുക്കുകൾ തട്ടിയിളക്കുമ്പോഴും അവളുടെ ചുണ്ടുകളിൽ സുന്ദരമായ ചിരിയും വിടർന്നു നിന്നു. ഭദ്ര രുദ്രയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും പ്രണവ് അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ പെങ്ങളെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലേ. ഇത്രയും സൗന്ദര്യം ഇത്രയും നാൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നോ ആവോ. ഇനി എന്തായാലും നീ അവളെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ നല്ല കിടു അളിയനെ തന്നെ ഞാൻ കണ്ടെത്തും അവൾക്ക് വേണ്ടി. അതിന് ഭദ്ര അവനെ കൂർപ്പിച്ച് നോക്കിയ ശേഷം വീണ്ടും രുദ്രയെ തന്നെ അതിശയിച്ചു നോക്കി നിന്നു.